മൈത്രി കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിക്കുന്നു സുരക്ഷയ്ക്കായി ഒരുമിക്കാം നാടക പരമ്പരയിലേക്ക് സ്വാഗതം. സുരക്ഷയ്ക്കായി ഒരുമിക്കാം, ഒരുമിക്കാം, സുരക്ഷയ്ക്കായി ഒരുമിക്കാം, ഒരുമിക്കാം. നാട്ടുകാരേ, 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 ജനമൈത്രി ഒരുക്കുന്ന സുരക്ഷാ സംഘത്തിൽ നമുക്ക് അണിചേരാം, അണിചേരാം കൂട്ടുകാരെ, നമുക്ക് അണിചേരാം, അണിചേരാം കൂട്ടുകാരെ, നമുക്ക് അണിചേരാം, അണിചേരാം കൂട്ടുകാരെ, നമുക്ക് അണിചേരാം, അണിചേരാം കൂട്ടുകാരെ. ഒന്നാം ഭാഗം, രാത്രികാല പെട്രോളിംഗ്. ആശയം IG ഡോക്ടർ ബി സന്ധ്യ IPS. രചന അനിൽ കാരറ്റ്. സംവിധാനം സുനിൽ പട്ടിമറ്റം. ഏറെ കൊച്ചാപ്പി, ഇതെന്താണ്ട് ഒരു മതില്, ഇതിന്റെ മേളിൽ കയറി ചാടിയ എന്റെ അമ്പു എന്റെ കാലുടി കേട്ടോ. മോഷണം പണി നല്ല എളുപ്പമുള്ള പണിയാണെന്നാ രാഘവ നീ കരുതിയിരിക്കണത്. അതെ, നീ അത് ഇതും പറഞ്ഞു നിൽക്കാതെ അതൊന്ന് കേറാൻ നോക്ക്. അള്ളിപ്പിടിച്ച് കേറാറ വേഗം. വലിയ പാടി എന്നെ അല്ലേടേ. മിണ്ടാതെ മിണ്ടാതെ കേറ് വേഗം. ഇത്രയും പൊക്കമുള്ള മതിലൊക്കെ ആളുകൾ കെട്ടിനെന്തിനാണ്? നീ കേറട വേഗം അങ്ങോട്ട്. നീ ഒന്ന് മോഷിക്കണം. വേഗം വേഗം. വലിയ ഒച്ച ഉണ്ടാക്കാതെ എന്നാ പിന്നെ ചാട്. എന്റെ ഈശ്വര, പൂച്ചേറെ മുകളിലാണല്ലോ ചാടിയത്. മിണ്ടാതെ അടുക്കള വാതിൽ എവിടെ നോക്കി അങ്ങോട്ട് നടക്കാൻ നോക്ക് വേഗം. ആ സെക്യൂരിറ്റിയും പട്ടിയൊന്നും ഇല്ലാത്തത് നമ്മളെ നല്ല സമയം. കണ്ടോടാ, വീടിന്റെ മുമ്പിൽ കൊത്തുപണികളൊക്കെ ഉള്ള വലിയ വാതിൽ വെക്കും. പുറകിലാണ് തള്ളിയാ തുറക്കണ പൊളിഞ്ഞ വാതിലും. ആ എടാ, നീ തള്ളിപ്പിടിച്ചേ, ആ കവിനും തള്ളിപ്പിടിച്ചേ. നീ എടാ തള്ളിപ്പിടിക്കടാ, ഞാനൊന്ന് തുറക്കട്ടെ. നിക്ക് എടാ, നീ ആ കമ്പി കൊണ്ടൊന്ന് ഞാൻ കുത്തി നോക്കട്ടെ. നീക്ക് തള്ളിപ്പിടിക്കടാ അവിടുന്ന്. നീ ബഹളം ഉണ്ടാക്കരുത്, ഇത് വെളുക്കുമ്പോഴെങ്കിലും നീക്കി തീരോടെ. ആ വാതിൽ തുറന്നല്ലോ. ഇടത്ത് തുറന്ന വാതില്. നീ ആക്രാന്തം കാണിക്കാതിരിക്കരുത് രാഘവ. നീ വളരെ സൂക്ഷിച്ച് വേണം ഓരോ അടിയും നമുക്ക് മുന്നോട്ട് പോകാൻ കേട്ടാ. അങ്ങോട്ട് പോരുത്. എടാ ഇതാ ഇവിടെയാടാ അലമാര. ഇത് അലമാര ഇവിടെ ഇരിക്കണം. ഇങ്ങോട്ട് പോ. നീ ലൈറ്റ് നടക്കുന്നു, ഞാൻ താക്കോൽ നോക്കട്ടെ. ആ ഒച്ച ഉണ്ടാക്കാതെ താക്കോൽ എടുക്ക. ഒച്ച ഉണ്ടാക്കാതെ എടുക്കതടാ. ഇതിലേതാണ് ദൈവമേ ഇതിന് ശാകണത്? ആ തുറന്നല്ല. ഇതെന്താണ് ഈശ്വര, സ്വർണ്ണക്കടയിൽ അലമാരേ? ഇത്രയും സ്വർണം ഇവിടെ വന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇവിടുത്തെ പെൺകൊച്ചിന്റെ കല്യാണമാ. ആ എന്നാ എല്ലാം വാരിയെടുത്ത് ചാക്കി കെട്ടി നമുക്ക് ഉടനെ സ്ഥലം വിടണം. എടുക്ക്, ചാക്കെടുക്ക്. അപ്പോ ഇന്നത്തെ ഓപ്പറേഷൻ വിജയിച്ചു. ഇത് സമയം കളയണ്ട, വിട്ടുപോടാ. കഷ്ടം ആ പെങ്കൊച്ചിന്റെ ഒരു വിധിയെ. എത്ര കഷ്ടപ്പെട്ട സഹദേവനാണ് പണം സംഘടിപ്പിച്ചത്. സ്വർണമൊക്കെ മേടിച്ചിട്ട് ആ കള്ളന്മാര് മോട്ടിച്ചോണ്ട് പോയല്ലോ. ശാന്തയെടുത്തി എപ്പ തുടങ്ങിയ കരച്ചിലാ. ഒന്നും രണ്ടുമല്ല, 100 പവനാ കള്ളന്മാര് മോട്ടിച്ചോണ്ട് പോയത്. പാവം, കഷ്ടം. ഞാനെങ്ങനെ സഹിക്കും? അയ്യോ, എന്റെ മോടെ കല്യാണത്തിന് എടുത്തു വെച്ച സ്വർണ്ണം എല്ലാം കള്ളന്മാര് കൊണ്ടുപോയി. ശാന്തേ, ഞാനിത് എങ്ങനെയാടി നമ്മുടെ മോളെ കതിർമണ്ഡപത്തിലേക്ക് അയക്കുന്നത്? എല്ലാം പോയടി. ഞാൻ ഇന്നലെ സ്വപ്നം കണ്ട് എന്റെ മോള് സ്വർണ്ണമെല്ലാം അണിഞ്ഞ്. അയ്യോ, സദാശിവൻ ചേട്ടാ, മോഷണമൊക്കെ ഇവിടങ്ങളിലൊക്കെ പതിവായിരിക്കുക. വിഷമിക്കാതെ. അല്ലെങ്കിലും സദാശിവൻ ചേട്ടാ, പോലീസിലൊക്കെ വിവരം അറിയിച്ചായിരുന്നോ? ഒന്നിനും എനിക്ക് കയ്യും കാലും ആറല്ല. അതാ, ഒരു പോലീസുകാരനല്ലേ ഇങ്ങോട്ട് വരുന്നത്? മോഷണം നടന്ന കാര്യം അറിഞ്ഞിട്ട് വരുന്നതായിരിക്കും. എന്താ ഇവിടെ എല്ലാവരും കൂടി നിൽക്കുന്നത്? എന്തു പറ്റി? അയ്യോ സാറേ, എന്റെ കൊച്ചിന്റെ കല്യാണത്തിന് എടുത്തു വെച്ച സ്വർണ്ണം എല്ലാം കള്ളന്മാര് കൊണ്ടുപോയി സാറേ. ഓ, മോഷണമോ? ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കണം. മോഷണം നടന്ന മുറിയിലും മറ്റും ആരും കയറരുത്. ശരി സാറേ, ശരി. ഞാൻ ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കാം. ശാന്തേ, നീയും വാ.
ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിലല്ലാത്ത പരാതികൾ ആഴ്ചയിൽ 3 ദിവസം പ്രത്യേകം നിശ്ചയിക്കുന്ന സ്ഥലത്ത് വെച്ച് ഞാൻ, അതായത് ബീറ്റ് പോലീസ്, പരാതികൾ സ്വീകരിക്കും. അതെന്താ സാറേ പുതിയൊരു ഏർപ്പാട്? അതെ, ഇത് സർക്കാരിന്റെ പുതിയ പരിപാടിയാ, ജനമൈത്രി സുരക്ഷാ പദ്ധതി. അതെന്ത് പദ്ധതിയാ സാറേ? പൊതുജനങ്ങളുടെ സഹകരണം പോലീസിന്റെ പ്രവർത്തനങ്ങളിൽ നേടുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിന് പ്രകാരം ഒരു ജനമൈത്രി സമിതി രൂപീകരിക്കും. ഈ സമിതിയിൽ നമ്മളൊക്കെ വരുമോ സാറേ? വരും, തീർച്ചയായും വരും. മുതിർന്ന പൗരന്മാർക്കും വനിതകൾക്കും പട്ടികജാതി പട്ടികവർഗക്കാർക്കും പ്രാതിനിധ്യമുണ്ടായിരിക്കും. എന്നാലും സാറേ എന്റെ മോക്കടെ സ്വർണം കൊണ്ടുപോയവന്മാരെ പിടിക്കാൻ എന്താ സാറേ ഒരു മാർഗം? എന്നാലും അവന്മാരെല്ലാം കൊണ്ടുപോയല്ലോ സാറേ. സമാധാനമായിരിക്കണം. നമുക്ക് എല്ലാറ്റിനും വഴിയുണ്ടാക്കാം. തെക്കേക്കര സ്കൂളിൽ വെച്ച് ഈ സമിതി കൂടുകയാണ്. എല്ലാവരും വരണം. ഞാൻ ഇവിടുത്തെ ബീറ്റ് പോലീസാണ്. എന്റെ ബീറ്റിൽപ്പെട്ട എല്ലാവരും ഈ യോഗത്തിൽ പങ്കെടുക്കണം. എന്താ സാറേ ഈ സമിതിയുടെ പേര്? ജനമൈത്രി സുരക്ഷാ സമിതി. അപ്പളേ നമുക്ക് യോഗം തുടങ്ങാറായി. എല്ലാവരും ആ മേശയൊക്കെ ഒന്ന് പിടിച്ച്, ഈ മേശ ഒന്ന് പിടിച്ച് പത്തച്ചട്ടാകുമ്പോ യോഗം പിടിച്ച് എല്ലാവരും പറഞ്ഞായിരുന്നോ? ശരി, അപ്പൊ അവരെല്ലാവരും തുടങ്ങാൻ യോഗം ആരംഭിച്ചോ? എല്ലാവരും പുറത്ത് നിൽക്കുന്നവരെല്ലാവരും ഒന്ന് അകത്തേക്ക് കയറി ഇരിക്കട്ടെ. എല്ലാവരും അകത്ത് കയറി, എല്ലാവരും ഇരുന്നല്ലോ. അപ്പൊ ഇതാ ബീറ്റ് ഓഫീസ് സാർ വരുന്നു. സാറേ യോഗം ആരംഭിക്കാം, ഞങ്ങളെല്ലാം റെഡിയാണ്. നമസ്കാരം. ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഞാനൊന്ന് വിവരിക്കാം. ജനമൈത്രി സുരക്ഷാ സമിതി കൺവീനർ SHO ആയിരിക്കും. 2 വർഷത്തിലൊരിക്കൽ സമിതി പുനഃസംഘടിപ്പിക്കേണ്ടതാണ്. സമിതിയിൽ ചുരുങ്ങിയത് 10 പേരുണ്ടായിരിക്കണം. അംഗസംഖ്യ 25-ൽ താഴുന്നതാണ് ഉത്തമം. ഇനി യോഗത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? സാറേ, നമ്മുടെ നാട്ടില് രാത്രി കാലങ്ങളിൽ ഭയങ്കര മോഷണമാണ്. ഇന്നലെ തന്നെ തെക്കേ പട്ടണത്തിൽ മോഷണം നടന്നു. ഇതിനൊരു അറുതി വരുത്തണം, അല്ലേ? ശരിയല്ലേ? അത് അതാണ് നമ്മൾ സാധാരണഗതിയിൽ മോഷണം സ്വന്തം വീട്ടിൽ നടക്കാതിരിക്കാനുള്ള ചില മുൻകരുതൽ കൂടി നമ്മളും സ്വീകരിക്കണം. കള്ളന്മാര് കാര്യം ഓട്ടിക്കുന്നതിന് നമ്മൾ എന്തോന്ന് ചെയ്യും സാറേ? വീട് പൂട്ടി പുറത്തു പോകുമ്പോൾ ജനങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് പാൽ, പത്രം മുതലായവ ആ ദിവസങ്ങളിൽ ഇടരുതെന്ന് അറിയിക്കണം. അതുപോലെ പോലീസ് സ്റ്റേഷനിലും അടുത്തുള്ള വീട്ടിലും അറിയിക്കണം. പിന്നെ ബർഗ്ലർ അലാമും മറ്റും വാങ്ങി വീട്ടിൽ ഘടിപ്പിച്ചാൽ കള്ളൻ കയറാൻ ശ്രമിക്കുമ്പോൾ തന്നെ പോലീസിനെ അറിയാനും സാധിക്കും. ബർഗ്ലർ അലാമോ? അതെന്തോന്നാ സാറേ ഇത്? അതാണ് ഞാനിപ്പോ ആദ്യമായിട്ട് കേൾക്കണത്. ഇതിനെക്കുറിച്ച് ഒരു ഡെമോയും വിവരണവും അടുത്ത് തന്നെ സ്റ്റേഷനിൽ സംഘടിപ്പിക്കും. എല്ലാവരും വന്ന് കാണണം. കൂടുതൽ സ്വർണം, പണം തുടങ്ങിയവ കഴിവതും വീട്ടിൽ സൂക്ഷിക്കരുത്, പ്രത്യേകിച്ച് വീട്ടിൽ ആളില്ലാത്ത സമയങ്ങളിൽ. അതേപോലെ തന്നെ കള്ളൻ കയറാൻ പാകത്തിൽ മരക്കൊമ്പ്, ഏണി എന്നിവ വീട്ടിൽ അലക്ഷ്യമായി വെക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. വീടിന് ചുറ്റും ആവശ്യത്തിന് വെളിച്ചം കിട്ടുന്ന ഇലക്ട്രിക് ബൾബുകളും വെക്കണം. മോഷണം നടന്ന പോലീസ് മാത്രമാണ് ഉത്തരവാദി എന്നാണ് നമ്മൾ കരുതി, ശരിയല്ലേ? ഇപ്പോൾ ആ പിടി കിട്ടിയത് ഈ കാര്യത്തിൽ നമുക്ക് ഒരുപാട് ശ്രദ്ധിക്കാനുണ്ടെന്ന്, ശരിയല്ലേ വർഗീസുട്ടി? അപ്പോൾ നമുക്കിവിടെ രാത്രികാല പെട്രോളിംഗ് ആരംഭിക്കാം. പോലീസല്ലേ പെട്രോളിംഗ് നടത്തുന്നത്, നമ്മളാണോ? അതെ, നമ്മൾ ഒന്നിച്ചാണ് ഇനി പെട്രോളിംഗ്. നമ്മുടെ ബീറ്റിൽ വരുന്ന വീടുകളിലെ ആരോഗ്യമുള്ള പ്രായപൂർത്തിയായവരെ ഉൾപ്പെടുത്തി ഒരു ലിസ്റ്റ് തയ്യാറാക്കി അതിൽ നിന്ന് ടേൺ വെച്ച് നമുക്ക് പെട്രോളിംഗ് നടത്താം. അത് ശരി. കള്ളന്മാരെയും സാമൂഹ്യ വിരുദ്ധരെയും ലിസ്റ്റിൽ ഉൾപ്പെടുത്തുവാൻ പാടില്ല. ശരി ശരി ശരി. അതുപോലെ തന്നെ രാത്രിയിൽ അലഞ്ഞു തിരിയുന്നവരെയും സംശയാസ്പദമായ രീതിയിൽ പാർക്ക് ചെയ്യുന്ന വാഹനം, നാടോടിക്കൂട്ടം, അനധികൃത നിർമ്മാണം തുടങ്ങിയ വിവരങ്ങൾ അപ്പോൾ തന്നെ സ്റ്റേഷനിൽ അറിയിക്കാൻ പെട്രോളിംഗ് സംഘത്തിനും കഴിയും. ഈ സമിതിയുടെ ആദ്യ സംരംഭം തന്നെ രാത്രികാല പെട്രോളിംഗ് ആകട്ടെ. ഇന്നത്തെ ഈ മോഷണം വേണ്ടെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞതാ രാഘവ നിന്നോട്. കൊച്ചവേ, ഒരു കല്ലെന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴും ഓട്ടിച്ചോണ്ടിരിക്കും, അതറിയോ? ഇന്നാൾ ആ വീട്ടിൽ നിന്ന് കിട്ടിയ സ്വർണം വിറ്റാൽ തന്നെ നമുക്ക് ഒരുപാട് നാള് കഴിയാനുള്ള വക ഉണ്ടല്ലോ രാഘവ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നീ ആ പ്ലാവെ കൂടെ കയറി ആ ടെറസിലേക്ക് ഒന്ന് കാണാൻ നോക്ക്. ഇതൊന്നും കാണാനും വയ്യല്ലേ. ഓ, രാത്രി മൂട്ടിക്കാൻ ഇറങ്ങിട്ട് ഒന്നും കാണാൻ വയ്യെന്ന് അങ്ങോട്ട് കേറടാ.
എവിടെ ഇവിടുന്ന് ചവിട്ടാനൊരു സ്ഥലം. ആ കൊമ്പി പിടിച്ചിട്ട് വലിഞ്ഞു കേറാം. പിടിവിട്ടെന്റെ മുകളിലേക്കൊന്ന് വീടില്ല കേട്ടാ. എന്തോ ഒരു ശബ്ദം കേൾക്കണം കേട്ടാ. നീ അങ്ങോട്ട് കേറ്. അയ്യോ രാഘവ, അവിടെ തന്നെ പതുങ്ങിയിരി. ആരോ ഇങ്ങോട്ട് വരുന്നുണ്ട്. എല്ലാം കുഴപ്പമായോ? നീ ആ മരത്തോട് ചേർന്നിരുന്നോ? ഈശ്വര, കുറെ പേര് മരത്തിന്റെ മൂട്ടിൽ വന്നു നിൽക്കുന്നു. എന്തോ ഞാനിവിടെ അനങ്ങും പോലെ കണ്ടതാ ഈ പ്ലാവിന്റെ അടുത്ത്. രാത്രി പെട്രോളിങ്ങിന് ഇറങ്ങിയത് കൊണ്ട് അനക്കം കേട്ടാൽ നമ്മൾ ശ്രദ്ധിക്കും. ദേ നോക്കിയേ, ഈ പ്ലാവിന്റെ ചോളിൽ 2 ജോഡി ചെരുപ്പ് കിടക്കുന്നല്ലോ. ബീറ്റ് പോലീസാവേ, ഇങ്ങോട്ട് നോക്കിയേ. ആരെങ്കിലും ഒന്ന് മുകളിലേക്ക് ടോർച്ചടിച്ചേ. അതാ അവിടെ 2 പേർ, ആ കള്ളന്മാർ പറ്റിപ്പിടിച്ചിരിക്കുന്നു. അയ്യോ, കണ്ട് രാഘവ, കണ്ട്. താഴേക്ക് ഇറങ്ങ്. അങ്ങനെ പതുക്കെ ഇറങ്ങി വാ. വേഗം ആരെങ്കിലും ഒന്ന് പിടിച്ചേ. പതുക്കെ. സാറേ, ഞങ്ങൾ ഈ പ്ലാവിൽ 2 ചക്കടം കറിയാണ് സാറേ. ഏതായാലും കള്ളന്മാരെ കയ്യോടെ കിട്ടി. വെറുതെ അല്ല ഇവിടെ മോഷണം പെരുകുന്നത്. ഈ മോഷണമെല്ലാം ചെയ്യുന്നത് നിങ്ങളാണല്ലേ? അല്ല സാറേ, നടക്ക് സ്റ്റേഷനിലേക്ക്. നടക്ക്. എന്തായാലും രാത്രികാല പെട്രോളിംഗ് സംഗതി കൊള്ളാം. വരണം ഇരിക്കണം സാറേ, വെള്ളം കുടിച്ചിട്ട് പോ. ഇരിക്കെ. ആരായിട്ട് പുത്തം പിറയ്ക്കുന്ന അദ്ദേഹം അല്ലയോ? വരണം. സദാശിവ, ഞാൻ പെട്ടെന്ന് അങ്ങ് പോകും കേട്ടോ. 2 കല്യാണത്തിന് കൂടി ഇനി പങ്കെടുക്കാനുള്ളതാ. കെട്ട് കഴിഞ്ഞിട്ടേ പോവാവൂ. മുഹൂർത്തം ആറായി. ശാന്തേ, നീ ഒന്നങ്ങോട്ട് ചെന്നേ. അവരവിടെ അന്വേഷിക്കുന്നുണ്ടാവും. ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ, മുഹൂർത്തം ആകാറായി. എന്റെ മോള് വലതുകാലി വെച്ച് കയറി. അമ്മയ്ക്ക് സന്തോഷമായി. സന്തോഷമായി. എന്റെ മോക്കടെ കല്യാണം നടന്നു. ദൈവത്തിന്റെ സഹായം കൊണ്ട് സ്വർണം തിരികെ കിട്ടി. പോലീസുകാരന്മാര് ഒത്തിരി സഹായിച്ചു. അവര് കാരണമാ ഈ സ്വർണം തിരിച്ചു കിട്ടിയത്. പറഞ്ഞു തീർന്നില്ല, ബീറ്റ് ഓഫീസർ സാറ് വരുന്നുണ്ട്. വരണം സാറേ, വരണം. സാറ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മാനം തെറ്റിച്ചു. ഇന്ന് എന്റെ മോക്കടെ കല്യാണം നടന്നില്ലെങ്കിൽ ആലോചിക്കാൻ കൂടി വയ്യ. നന്ദി സാറേ, വളരെ നന്ദി. എന്നോടല്ല നന്ദി രേഖപ്പെടുത്തേണ്ടത്, സർക്കാരിനോടാണ്. രചിച്ചത് സർക്കാരിന്റെ പുതിയ പരിപാടിയായ ജനമൈത്രി സുരക്ഷാ പദ്ധതിയാണ്. നമ്മളൊറ്റ കുടുംബമാകുന്നു, നന്മതൻ ശംഖനാദമാകുന്നു. ജനമൈത്രി സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് ജനമൈത്രി നോഡൽ ഓഫീസർ IG ഡോക്ടർ B സന്ധ്യ IPS. സ്ഥലത്തെ സുരക്ഷ സ്ഥലവാസികളുടെ സഹകരണത്തോടെ ഉറപ്പാക്കുക എന്നതാണ് ജനമൈത്രി രാത്രികാല പട്രോളിംഗ് പരിപാടിയുടെ ഉദ്ദേശം. ഈ പദ്ധതി ജനങ്ങളുടെ സുരക്ഷയ്ക്കായുള്ള പദ്ധതിയാണ്. ജനമൈത്രി സുരക്ഷാ സമിതികൾ സംഘടിപ്പിക്കുന്നതിലും സമിതിയുടെ മറ്റു പ്രവർത്തനങ്ങൾ നടത്തുന്നതിലും ജനങ്ങളും പോലീസും ഒരുപോലെ പങ്കാളികളാകുന്ന പദ്ധതിയാണിത്. കഥാപാത്രങ്ങൾ എഴുതി നൽകിയവരും: ബീറ്റ് ഓഫീസർ നുജും കന്യാകുളങ്ങര, സദാശിവൻ പ്രദീപ് ഭരതന്നൂർ, ശാന്ത അനിത റാണി കൊച്ചാപ്പി, ചന്ദ്രകുമാർ കാരേറ്റ്, രാഘവൻ ബിനു തുമ്പാർ. ഗാനരചന പ്രൊഫസർ സുന്ദരം ധനുവച്ചപുരം. കവിത ആലാപനം പ്രൊഫസർ V മധുസൂദനൻ നായർ. പാടിയവർ ജീവൻ സത്യൻ, ബിനു തുമ്പാർ, ആശ ജീവൻ സത്യൻ, രേവതി ചന്ദ്രൻ, ഹേബ ബേബി ജോൺ. റെക്കോർഡിംഗ് രാജീവ് മുരിക്കുമ്പുഴ. കോർഡിനേറ്റർ ചന്ദ്ര കാരേറ്റ്. ആശയം IG ഡോക്ടർ B സന്ധ്യ IPS. രചന അനിൽ കാരേറ്റ്. സംവിധാനം സുനിൽ പട്ടിമറ്റം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. www.keralapolicehistory.com. മൊബൈൽ 9447419580.